എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 2574 പഠിക്കാം. വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുന്നതോടെ. അപ്പോൾ അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുന്നതോടെ കണ്ടോ, അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ നിങ്ങൾക്ക് മക്കളെ തരും. എന്നാൽ നിന്റെ ഈ മക്കൾ 400 സംവത്സരം മറ്റൊരു രാജ്യത്ത് അടിമകളായിട്ടിരിക്കും. എന്നാൽ അവിടെ നിന്ന് ഞാൻ അവരെ വിജയശ്രീലാളിതരായി അവരെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. അതാണ് പുറപ്പാട്. കണ്ടോ, പെസഹ, പുറപ്പാട്, നിയമദാനം, ഉടമ്പടിയുടെ സ്ഥിരീകരണം. വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, കർത്താവ് അബ്രാഹത്തിനോട് കൊടുത്ത വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാമാണത്? പെസഹ, പുറപ്പാട്, നിയമദാനം, ഉടമ്പടിയുടെ സ്ഥിരീകരണം. മോശയുടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമായി തീരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായ യേശുക്രിസ്തു എന്ന മനുഷ്യനിൽ അത്രേ അത് പൂർത്തിയാകുന്നത്. അപ്പോൾ മോശയെ ദൈവം അയച്ചു. ഈ ജനത്തെ അവരോട് ഞാൻ ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രകാരം ഈ ജനത്തെ അവരുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുക. അങ്ങനെ മോശയുടെ ആ നടപ്പാക്കലെല്ലാം ദൈവത്തിൻ്റെ ഒരു ദൈവീക ശക്തിയിലൂടെയാണ്. ഇപ്പോൾ മോശയിലൂടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഒരു പ്രീഫിഗറേഷനാണ്. ആരാണ് യേശു? യേശുവിനെ നമ്മളിവിടെ ആരായിട്ട് മനസ്സിലാക്കുന്നു? 1 തിമോത്തിയോസ് 2:5. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. ആരാണത്? മനുഷ്യനായ യേശു ക്രിസ്തു. മനസ്സിലാക്കണം, ഈ ഓരോ വാക്കിനും ഭയങ്കര അർത്ഥമുണ്ട്. മനുഷ്യനായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായിരിക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും കേട്ടോ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായിരിക്കുന്നു. ആ വ്യക്തിയുടെ ഒരു മുൻ അവതരണമാണ് മോശ. മോശയിൽ നമ്മൾ കാണേണ്ടത് യേശു എന്ന മനുഷ്യനെയാണ്. മനുഷ്യന് ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും അതാണ്, ദൈവർക്കും മനുഷ്യർക്കും മധ്യസ്ഥനായി. ഇപ്പോഴിതെല്ലാം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരാശയം വീണ്ടും വീണ്ടും പറയുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരാൾ. അപ്പോൾ ആ ആളിൽ എന്തുണ്ട്? ആ ആളിൽ ദൈവവുമുണ്ട്, ആ ആളിൽ മനുഷ്യനുമുണ്ട്. അത് ഭയങ്കര രസമുള്ളത്. ഞാനൊന്ന് ചിന്തിച്ച്, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഈ രണ്ടുപേരെയും മധ്യസ്ഥനായിട്ട് ഒരാൾ. ആളിൽ എന്തുണ്ട്? ആളിൽ ആരുണ്ട്? ആ ആള് ദൈവം തന്നെയാണ്, ദൈവവുമായിട്ട് സത്തയിൽ ഒന്നാണ്. എന്നാൽ അതേ സമയം മനുഷ്യനുമായിട്ടും സത്തയിൽ ഒന്നാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കണത്, ഇത് വളരെ പ്രധാന ഒരു രഹസ്യമാണ്. CCC 469 CCC 469 തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം, അതാണ് യേശു യഥാർത്ഥ ദൈവമാണ്, അതാണ് പിതാവുമായിട്ട് ഒന്നാണ്, യഥാർത്ഥ മനുഷ്യനുമാണ്.
സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിന് കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അപ്പം ദൈവം അങ്ങ് ആകാശത്തിലിരിക്കുന്ന, നമ്മൾ പണ്ടെല്ലാം പ്രാർത്ഥിച്ചിരുന്നു, ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാവാ തമ്പുരാനേ എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആകാശം എന്ന് പറയുന്നത് സ്വർഗമാണ്, ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. ആ ദൈവം മനുഷ്യനായി നമ്മളോടൊപ്പം വസിക്കുന്നു, നമ്മളോടൊത്തു വസിക്കുന്നു. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ യേശുനാഥ. നമ്മൾ എന്തോരം പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഗാനം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇത് സത്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാന ഒരു സത്യമാണ്. ഞാനും നീയും ദൈവവും ഞാനും ഒന്നായിരിക്കുന്നു. അപ്പം ആ ഏക മധ്യസ്ഥൻ എന്നെല്ലാം പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥസമ്പുഷ്ടി നമുക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. മധ്യസ്ഥൻ, നമ്മൾ ഈ വാക്കുകളെല്ലാം വേറെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ദൈവീകമായ വലിയ അവസ്ഥാവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. മധ്യസ്ഥൻ, ഒരിടനിലക്കാരൻ. അപ്പോൾ നമ്മളതിനെ അത് നമ്മളുടെ ഭാഷയിലുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമുക്കങ്ങനെ നമ്മുടെ ഭാഷയിൽ ഒരു ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു വേറൊരു ശൈലിയുള്ളൊരു ഭാഷ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ചില വാക്കുകളുണ്ട്. ഓക്കെ, അപ്പം ഒന്നുകൂടി വായിക്കണം. പ്രാർത്ഥന എന്ന മഹാവിസ്മയം അനാവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വാഗ്ദാനം പാലിക്കപ്പെടാൻ തുടങ്ങുന്നതോടെ പെസഹ, പുറപ്പാട്, നിയമദാനം, ഉടമ്പടി സ്ഥിരീകരണം, ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. എല്ലാം ഒരു ചെറിയ വാക്കിൽ നമ്മൾ വായിച്ചു പോവുകയാണ്. എന്നാലും നമുക്കതെല്ലാം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. മോശയുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥനയുടെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അബ്രാഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടോ. അബ്രാഹത്തിൻ്റെ സമയത്താണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്നാൽ അതേ ശൈലി മോശയും കർത്താവുമായിട്ട് മോശയും അതുപോലെ പ്രാർത്ഥിക്കുന്നു. 62-ാമത്തെ ഖണ്ഡിക. ദൈവം ഇസ്രായേലിനെ സ്വന്തം ജനമായി രൂപപ്പെടുത്തുന്നു. പൂർവപിതാക്കന്മാരുടെ കാലശേഷം, അതായത് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരുടെ കാലശേഷം ഇസ്രായേല്യരെ യാക്കോബിൻ്റെ മക്കളും 12 ഗോത്രങ്ങളും ഇസ്രായേല്യരെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ സ്വന്തം ജനമായി രൂപീകരിച്ചു. അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇത് ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അവരെ മോചിപ്പിക്കും. കണ്ടോ, അവർ 400 സംവത്സരം അടിമത്വത്തിലായിരിക്കും, എന്നാൽ അതിനുശേഷം ഞാൻ അവരെ മോചിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രവചനങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇതാ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മോചിപ്പിച്ചുകൊണ്ട് ദൈവം മോചിപ്പിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമായി രൂപീകരിച്ചു. തൻ്റെ സ്വന്തം. സീനായ് മലമുകളിൽ വെച്ച്
അവരുമായി അവിടുന്ന് ഉടമ്പടി ഉറപ്പിച്ചു. അതാണ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ. സജീവനായ ഏക സത്യദൈവവും പരിപാലിക്കുന്ന പിതാവും നീതിമാനായ വിധികർത്താവുമായി ദൈവത്തെ അംഗീകരിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയും ദൈവം മോശ വഴി അവർക്ക് തൻ്റെ നിയമം നൽകി. മോശ വഴി. അപ്പോൾ നിയമം എന്ന് പറയണത് ഒരു ചട്ടം കൂട്ടിൽ അവരെ നിർത്താൻ വേണ്ടിയുള്ള ഒരു കാര്യം അല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ഉടമ്പടിയാണത്. പലപ്പോഴും നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് ആ നിയമത്തിൻ്റെ അന്തസത്ത എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് പഴയ നിയമം തന്നെയാണത് പറയണത്. പക്ഷേ ആ അന്തസത്ത വിട്ട് നിയമത്തെ ഒരു സിവിൽ കോടതി നിയമം പോലെ, ഒരു പോലീസ് നിയമം പോലെ വ്യാഖ്യാനിച്ചു പോയി. അതല്ലായിരുന്നു നിയമത്തിൻ്റെ ഉദ്ദേശം. നിയമത്തിൻ്റെ ഉദ്ദേശം ഈശോ അത് വീണ്ടും പറയുന്നു പുതിയ നിയമത്തിൽ ഈശോ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ നിയമത്തെ ഈശോ തന്നെയാണ് അവതരിപ്പിച്ചത്. ഈശോ തന്നെയാണ് ആ നിയമത്തെ പുതിയ നിയമത്തിൽ പറയുന്നത്. മത്തായി 22:38-39 പറയുന്നത് ഏറ്റവും സുപ്രധാന നിയമം എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. എന്നിട്ട് ഈശോ പറയുന്നൊരു വാക്ക് നമ്മളധികം കേൾക്കാത്തൊരു വാക്കാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും പറയേണ്ടതാണ്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്ന അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. രണ്ടാമത്തെ വചനം, രണ്ടാമത്തെ നിയമം. രണ്ടാമത് പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന നിയമവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഏതുപോലെ? ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണമെന്ന്. ഇതാണ് നിയമത്തിൻ്റെ സാരാംശം. രണ്ടാമത്തെ കൽപ്പനയും കണ്ടോ, താങ്ക് യു മിനി, രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. ഈ ഭാഗമാണ് അവർക്ക് മനസ്സിലാകാഞ്ഞത്. ഇത് ഇന്നും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഇത് പൗലോസ്ലീഹ പറയും, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്റെ സഹോദരനെ ദൈവമായി കാണുക. അതാണ് ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ. അത് കാണാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി ഒരു സഹോദരനായി വന്നിരിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹ ആരായി വന്നിരിക്കുന്നു? നമ്മുടെ ഒരു സഹോദരനായി വന്നിരിക്കുന്നു. അവനിൽ നിയമം പൂർത്തീകരിക്കണം. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെയും സ്നേഹിക്കാം, സഹോദരനെയും സ്നേഹിക്കാം. എന്തൊരു രസമാണത്. അപ്പോൾ ഈ നിയമം മോശയിലൂടെ കർത്താവ് നൽകിയെങ്കിലും അവർക്ക് അത് ദൈവത്തെയും സ്നേഹിക്കാൻ പറ്റിയില്ല, സഹോദരനെയും സ്നേഹിക്കാൻ പറ്റിയില്ല അവർക്ക്. അതിൻ്റെ പൂർത്തീകരണമാണ് ഈശോ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോ മനുഷ്യനായി വന്നുകൊണ്ട് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും സ്ത്രീയിൽ നിന്ന് ജാതനായി. കണ്ടോ, ശ്രദ്ധിക്കണം ആ വാക്ക്. നമ്മൾ പലപ്പോഴും കുർബാനയിലെ പല പ്രാർത്ഥനകളും പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അർത്ഥം മനസ്സിലാക്കില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുർബാന പുസ്തകം
ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടാകണം. എന്നിട്ട് വീട്ടിലിരുന്ന് ഒരു ദിവസം ആ കുർബാന പുസ്തകത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും ഒരു റൗണ്ട് സാവധാനം ഒന്ന് വായിക്കൂ. ഒരു പ്രാവശ്യം. നമ്മൾ അത്ഭുതപ്പെടും. ദൈവമേ, ഓരോ പ്രാർത്ഥനയുടെയും അന്തരാർത്ഥവും അത് നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നോർത്ത് നമ്മൾ പശ്ചാത്തപിക്കും. അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും സ്ത്രീയിൽ നിന്ന് ജാതനായി. അതായത് നമ്മളെപ്പോലെ തന്നെ മർത്യ ശരീരവും അമർത്യമായ ആത്മാവോടും കൂടി ഒരു സാധാരണ മനുഷ്യനായി ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞെടുത്ത സർവാധീപനായ കർത്താവ് നസ്രസിലെ ഒരു ചാളയിൽ വന്നിരിക്കുന്നു. അവിടെ ജീവിക്കണം 30 വർഷം. ഒരാൾക്കും അറിയില്ല ഇതാരാണെന്ന്. എന്നാൽ ആ മനുഷ്യൻ ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ആ മനുഷ്യനാണ് കേന്ദ്രബിന്ദു. അപ്പോൾ അവിടെ സീനായി മലമുകളിൽ വെച്ച് അവരുമായി അവിടെ നിന്ന് ഉടമ്പടി ഉറപ്പിച്ചു. സജീവനായ ഏക സത്യ ദൈവവും പരിപാലിക്കുന്ന പിതാവും നീതിമാനായ വിധികർത്താവുമായി ദൈവത്തെ അംഗീകരിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയാണത്. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയും ദൈവം മോശ വഴി അവർക്ക് തൻ്റെ നിയമം നൽകി. ഇനി അടുത്തത് കാണാം. അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയും 2575 വരാം. 2575 ഇവിടെയും മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. കണ്ടോ, ദൈവമാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. അവരെ അടിമത്വത്തിൽ നിന്ന് കൊണ്ടുവരാനും മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. ആ കൽപ്പനകൾ നൽകാൻ മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. അവരെ ഇവിടെ മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്നും അവിടുന്ന് മോശയെ വിളിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, പുറപ്പാട് 3:5 കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മുൾപടർപ്പ് ദൈവ സാന്നിധ്യമാണ് അവിടെ. മോശ ആ മലമുകളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൾപടർപ്പ് കത്തുന്നു. പക്ഷെ അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് എരിഞ്ഞ് തീരുന്നില്ല. മോശയ്ക്ക് ആ വിസ്മയനീയമായ രംഗം കണ്ടപ്പോൾ അങ്ങ് അടുത്തേക്ക് പോയി. എന്താണെന്നറിയാൻ അടുത്തേക്ക് പോയി. അപ്പോൾ ഒരു ശബ്ദം, മോശേ നീ അടുത്ത് വരരുത്, നിന്റെ പാദരക്ഷകൾ മാറ്റിവെക്കുവിൻ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ശബ്ദം കണ്ടോ, ദൈവത്തിൻ്റെ ഇനിസിയേഷൻ മുൻകൈയെടുക്കൽ. അവിടെ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. പുറപ്പാട് 3 മോശയ്ക്കാണെങ്കിൽ ഉള്ള ഏറ്റവും വലിയ ഒരു ബലഹീനത, മോശ ഒരു വിക്കനായിരുന്നു. സംസാര പാഠവുമില്ല, വാക്കുകൾ വായെന്ന് വരില്ല. വിക്ക് ആലോചിച്ച് നോക്കി. അങ്ങനെ ആ വിക്കനായ മോശയോട് കർത്താവ് പറയാണ്, ഈജിപ്തിലുള്ള എൻ്റെ ജനതയുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. അതിനു മുമ്പ് അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു നിന്ന് കാണട്ടെ. മുൾപടർപ്പ് അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം അവനെ വിളിച്ചു, മോശേ. അവൻ വിളി കേട്ടു.
ഇതാ ഞാൻ. അവിടെ തള്ളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പഴിച്ച് മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ നിന്ന് തുടരുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കണ്ടോ, ദൈവത്തെ മുഖാമുഖം കാണുന്നു. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം നോക്കും. മോശയെ അതുപോലെ ദൈവം സ്നേഹിച്ചു. മോശയെ ദൈവം അത്രയ്ക്ക് ഇൻറ്റിമേറ്റ്, അതിവിടെ അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്നും ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. മോശ 13. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അവിടെ നരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടെ നരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ, അവിടെ മുതൽ തുടങ്ങി ദൈവം നമ്മോട് കൂടെ. ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം മനുഷ്യനോട് കൂടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? അത് അടുത്ത ഇതിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ മുൻകൈ എടുക്കുന്നത് 2575 ഇവിടെയും മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവിടെ നിന്ന് മോശയെ വിളിക്കുന്നു. യഹൂദരുടെ എന്ന പോലെ ക്രൈസ്തവരുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിൽ ഈ സംഭവം പ്രാർത്ഥനയെ പറ്റിയുള്ള ആദിമ പ്രതീകങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. നമ്മുടെ സബ്ജക്റ്റ് പ്രാർത്ഥനയാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം തൻ്റെ സേവകനായിരിക്കാൻ മോശയെ വിളിക്കുന്നത്. അവിടുന്ന് മനുഷ്യർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവനുള്ള ദൈവമായതുകൊണ്ട് അവർക്ക് രക്ഷ നൽകാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തുന്നത്. പക്ഷേ അത് ഏകപക്ഷീയമോ അവരുടെ സഹകരണം കൂടാതെ കൈവരുന്നതോ ആയിരിക്കുകയില്ല. തൻ്റെ സന്ദേശവാഹകനായിരിക്കാൻ, കാരുണ്യത്തിലും രക്ഷാകര കർമ്മത്തിലും പങ്കാളിയായിരിക്കാൻ ദൈവം മോശയെ വിളിക്കുന്നു. ഈ ദൗത്യത്തിൽ ദൈവികമായൊരു അഭ്യർത്ഥനയുണ്ട്. കണ്ടോ, മോശെ ദൈവികമായൊരു അഭ്യർത്ഥനയുണ്ട്. ദീർഘനേരം നീണ്ടു നിന്ന വാദപ്രതിവാദത്തിന് ശേഷം മാത്രമാണ് മോശ തൻ്റെ മനസ്സിനെ രക്ഷകനായ ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയമാക്കിയത്. തന്നിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവം നടത്തിയ സംവാദത്തിനിടയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് മോശ പഠിക്കുന്നു. സംശയിക്കുകയും ഒഴിവുകഴിവ് പറയുകയും സർവോപരി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന മോശയുടെ 205 പോകാം. 205 അത് പറഞ്ഞിട്ടുണ്ട്. 205 കത്തിജ്വലിക്കുക.
കത്തിജ്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞു ചാമ്പലാകാതിരുന്ന മുൾപടർപ്പിൻ്റെ മധ്യേ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടെ നിന്ന് അവനോട് പറഞ്ഞു, ഇത് നമ്മൾ കേട്ട കാര്യങ്ങളാണ്, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്, പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ. വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന്. അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുന്നവനുമാണ്. അവരുടെ പിൻഗാമികളെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാല അതീതനായി ഇത് ചെയ്യാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു. ഞാനാകുന്നവൻ ആകുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാനാകുന്നവൻ ആകുന്നു. ഐ ആം ഹു ഐ ആം. ഇസ്രായേൽ മക്കളോട് ഇത് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. ഇങ്ങനെ സർവ്വതലമുറകളിലൂടെയും ഞാൻ അനുസ്മരിക്കപ്പെടണം. അപ്പോൾ ഇവിടെയാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ. ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവം മുൻകൈയെടുക്കുന്നു. ദൈവമാണ് എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുക്കുന്നത്. അങ്ങനെ ദൈവം മുൻകൈയെടുത്തുകൊണ്ട് മനുഷ്യരുടെ വേദനകൾ കേട്ടുകൊണ്ട്, അതേസമയം ദൈവം പിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ദൈവം കൃത്യസമയത്ത് ഇടപെടുന്നു. 400 സംവത്സരത്തിന് ശേഷം അവരെ ഞാൻ മോചിപ്പിക്കും എന്ന് പറഞ്ഞത് ആ 400 സംവത്സരത്തിന് ശേഷം ദൈവം നടപ്പാക്കുകയാണ്. നമുക്കുണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാര്യം അതാണ്. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു സംവാദത്തിലാണ്. സംവാദം എന്ന് പറഞ്ഞാൽ ഒരു നല്ല സംവാദം, ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാശിയോ വൈരാഗ്യത്തിലുള്ള ആർഗ്യുമെൻ്റ് അല്ല. നമ്മൾക്കറിയില്ല, നമുക്കറിയാത്ത കാര്യം ദൈവത്തിനോട് ചോദിക്കുന്നു. ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമാണ്. നിൻ്റെ പേരെന്താണ്? കണ്ടോ, ഞാൻ എന്ത് പേര് പറയും? ഞാൻ പോകാം, പക്ഷെ അവിടെ ഞാൻ എന്ത് പറയും അവരോട്? കാരണം അന്ന് വരെ ദൈവം എന്ന് പറയുന്നത് പലർക്കും ഒരു സങ്കല്പമാണ്. പലരും സൂര്യനെയും ചന്ദ്രനെയും വസ്തുവകളെയൊക്കെ ആരാധിച്ചിരുന്നവരാണ്. അങ്ങനെയുള്ള അവരോട് ദൈവം എന്നെ അയച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഞാനിപ്പോൾ ഒരു തമാശ പോലെ ഓർക്കുകയാണ്. എനിക്ക് 3 മക്കൾ പെൺമക്കളുണ്ടായി. 4ാമതും പെൺമകളാകരുത്. 4ാമത്തതൊരു ആൺകൊച്ചായിരിക്കാൻ വേണ്ടി ഞാൻ എല്ലായിടത്തും പോയി നേർച്ച ചേർത്ത്, ഗുരുവായൂരും നേർച്ച ചേർത്ത്. കണ്ടോ കണ്ടോ അപ്പോൾ ഇത്രേ കാലമായിട്ടും നമ്മൾ കുറച്ച് പേരുടെയെങ്കിലും അവസ്ഥ ഇങ്ങനെയാണ്. ആ ദൈവത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കിയാലല്ലേ പ്രാർത്ഥന എന്നതിന് ഒരു വീര്യമുണ്ടാകുള്ളൂ. അപ്പോൾ ആ സഹോദരി പറയാണ്, ഗുരുവായൂരും പോയി നേർച്ച നേർന്നു, എന്നിട്ടും എനിക്ക് പെങ്കൊച്ചേനെ ഉണ്ടായത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മൾ 2000 വർഷത്തെ പാരമ്പര്യമുള്ള കത്തോലിക്കരാണ് എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ ഇനിയും ഉയരേണ്ടതില്ലേ? ദൈവവുമായിട്ടുള്ള ആ ലയനം,
ആ സംസർഗത്തിൽ, അതാണ് പ്രാർത്ഥന ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നീട് മോശയുടെ ആ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുറപ്പാട് 32 തോന്നണം, 32 കണ്ടോ? മോശ പറയാണ്, അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കളയണം, എന്നാലും എൻ്റെ ജനത്തെ അങ്ങ് ശിക്ഷിക്കരുത്. കണ്ടോ മോശയുടെ മധ്യസ്ഥം ഓർത്തിരിക്കാൻ എളുപ്പം 32 അതാണ് 32. എന്തൊരു കരച്ചിലാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്, മോശയുടെ പ്രാർത്ഥനയാണ്. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അവർ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. മനസ്സിലായോ? 33 പറയുന്നുണ്ട്, 33 കർത്താവ് നീ എൻ്റെ ഓക്കെ 33 അപ്പോൾ ഇവിടെയാണ് മോശ വീണ്ടും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. മോശ വീണ്ടും 40 ദിവസം, ആദ്യം 40 ദിവസം മോശ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ആ മലമുകളിൽ. അപ്പോഴാണ് കൽപ്പന എഴുതി കിട്ടിയത്. പക്ഷെ ആ കൽപ്പനയുമായിട്ട് താഴെ വന്നപ്പോൾ ഇതാ തൻ്റെ ജനം അവിടെ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടീനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മോശ ആ ഉടമ്പടി എറിഞ്ഞു ഉടച്ചു. അതിനുശേഷം വീണ്ടും മോശ കരഞ്ഞ് പ്രാർത്ഥിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ കർത്താവ് വീണ്ടും ഉടമ്പടി എഴുതി കൊടുത്തു. അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ മോശയുടെ കരച്ചിൽ, ദൈവമേ എൻ്റെ ജനത്തെ ശിക്ഷിക്കരുതേ, ഈ കരച്ചിലാണ് ഈശോയും കരയുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും മനുഷ്യനായ യേശുവിനെ കാണണം. ഈശോ പിതാവിനോട് തൻ്റെ മുറിവുകൾ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, പിതാവേ ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ പീഡ സഹിച്ചു, അവരെ ശിക്ഷിക്കരുതേ, അവരോട് കരുണയായിരിക്കണേ, ഇതാ കണ്ടാലും എൻ്റെ മുറിവുകൾ കണ്ടാലും. ഈശോയും ഇപ്പോൾ മോശയിൽ നമ്മൾ യേശുവിനെ കാണണം. മോശയിലൂടെ ഉണ്ടായ പ്രാർത്ഥനകളുടെ എല്ലാം വാലിഡിറ്റി മോശ യേശുവിൻ്റെ മുൻഗാമി ആയതുകൊണ്ടാണ്. ശ്രദ്ധിക്കണം, മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തിനോട് പറയുവിൻ, ഇന്ന് അവരുടെ കടന്നു പോകലാണ്, പെസഹായാണ്. എല്ലാ ഇസ്രായേൽ ഭവനവും ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം, കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ടിളപ്പടികളിൽ തെളിക്കണം, കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട കട്ടിളപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. അവരെല്ലാവരും പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം. ആ പുളിപ്പമില്ലാത്ത അപ്പം കയ്യിലേന്തിയിട്ട് അവർ വേഗം തയ്യാറാകണം. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കണമെങ്കിൽ നാളെ രാവിലെ ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് മാവ് കുഴച്ച് വെച്ചാൽ നാളെ പുളിക്കുള്ളൂ, അതിനുള്ള സമയമില്ല. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം, കുഞ്ഞാടിൻ്റെ രക്തം. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിന് ഈ അഭിഷേകം ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ കുഞ്ഞാടിൻ്റെ രക്തം മോശയോട് പറയാണ്, നിൻ്റെ ജനത്തിനോട് പറയും, കുഞ്ഞാടിൻ്റെ രക്തം തെളിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം തെളിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ ദിവ്യ കുഞ്ഞാടായ ഈശോ മിശിഹായുടെ ചിന്താനിരിക്കുന്ന രക്തത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിന് അഭിഷേകം. അതാണ് ദൈവത്തെ സംബന്ധിച്ച് ഇന്ന് ഇന്നലെ നാളെ തമ്മിലൊരു വ്യത്യാസമില്ല. ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ച് ഒരു കുഞ്ഞാടിനെ പോലെ തൻ്റെ ജീവൻ അർപ്പിക്കും എന്ന ആ പദ്ധതിയെ ദൈവം മുൻകൂട്ടി കണ്ടിട്ട്
ആ പദ്ധതിയിൽ ഉണ്ടാകാനിരിക്കുന്ന ആ കൃപാവരത്തെ മുൻകൂട്ടി ഇവിടെ ഈ കട്ടളപ്പടിയിൽ ഒട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിലാണ് ഇസ്രായേൽ ജനത്തിന് ഈ ഈജിപ്തിൽ നിന്ന് പോകാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഇതിനാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ നിയമം വായിക്കുമ്പോൾ മരിച്ചുയർത്ത ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ വായിക്കണമെന്ന് CCCയിൽ നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ മോശ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെയാണ് ഓരോ കാര്യങ്ങളും നടത്തുന്നത്. അങ്ങനെയാണ് മോശയിലൂടെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം പൂർത്തിയാക്കും എന്നത് ശക്തമായി വിശ്വസിക്കണം. 400 സംവത്സരത്തിന് ശേഷം അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് ഇസ്രായേൽ തൻ്റെ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിച്ചു. എന്ന പോലെ ദൈവം അരുളി ചെയ്തിട്ടുള്ളതെല്ലാം നമ്മളിലൂടെയും നടപ്പാക്കും. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ആട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാൻ ഭൂലോകപാപം വരുവിൻ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ മോശയിൽ ദൈവം കൊടുത്ത പ്രാർത്ഥനാ ചൈതന്യം 40 ദിവസം ഒരു ഭക്ഷണവും കഴിക്കാതെ 2 പ്രാവശ്യം മലമുകളിൽ ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അത് ഈശോ മിശിഹ തന്നെ പ്രാർത്ഥിച്ചതിന് തുല്യമാണ്. ഈശോ 40 ദിവസം ഈശോയുടെ 40 ദിവസത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ഈശോയുടെ 40 ദിവസത്തെ ജീവിതകാലമാണ്. ഈശോ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ 40 ദിവസം വസിച്ചു. അന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു മുൻ അനുഭവം കൂടിയാണ് ഈ 40 ദിവസത്തെ പല സ്ഥലത്തുള്ള ഉപവാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്കും അതുപോലെ ഉപവസിക്കാം. നിങ്ങളും മോശയെപ്പോലെയും ഈശോയെപ്പോലെയും പ്രാർത്ഥിക്കുന്നവരാകാം. അങ്ങനെ പ്രാർത്ഥനയുടെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.